ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ കൂർക്ക എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നും അതുപോലെ അതുപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു കിടിലൻ ഐറ്റവും പരിചയപ്പെടുത്തുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് കണ്ടു നോക്കാം. സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ കൂർക്ക എടുത്തിട്ടുണ്ട്. നമുക്കത് ഒന്ന് വെള്ളത്തിലിട്ട് അരമണിക്കൂർ കുതിർത്തി വയ്ക്കാം. അതിനുശേഷം അതിലുള്ള മണ്ണും ചെളിയും പൊടിയും എല്ലാം ഒന്ന് കഴുകിയെടുക്കാം. നല്ല പോലെ ചെളിയുണ്ട് ഇതിൽ, കണ്ടോ? ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഇങ്ങനെ കഴുകിയെടുക്കണം. അതിനുശേഷം ഇതൊന്ന് വാരിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് വീണ്ടും നന്നായി കഴുകിയെടുക്കാം. ആദ്യം കഴുകിയ പാത്രത്തിൽ നല്ലപോലെ ചെളിയൊക്കെ അതിൻ്റെ അടിയിലുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് വാരിയെടുക്കണമെന്ന് പറഞ്ഞത്. ഇനി അത് വീണ്ടും ഇതുപോലെ ഒന്നുകൂടി കഴുകിയെടുക്കാം. വീണ്ടും നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ആ ബക്കറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു അരമണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. ഇനി ഞാനത് വാരിയെടുത്ത് ഒരു ചാക്കിനകത്തേക്ക് മാറ്റുന്നുണ്ട്. ചാക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് കെട്ടി വയ്ക്കാം. അതിനുശേഷം നമ്മളൊരു അലക്കുകല്ലിൻ്റെ ഏതെങ്കിലും ഒരു കല്ലുണ്ടാവുമല്ലോ, നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ, അവിടെ കൊണ്ടുപോയി ഇതുപോലെ നല്ല ശക്തിയായി ഒന്ന് ഉരച്ചെടുക്കണം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ ഉരയ്ക്കണം കേട്ടോ. ഇനി ശക്തിയായി ഉരയ്ക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഈ ചാക്ക് നല്ല സ്ഥലത്ത് ഇട്ടിട്ട് നമുക്കൊന്ന് ചവിട്ടിയെടുക്കാം. മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടൊന്ന് ചവിട്ടിയെടുക്കണമെന്ന് മാത്രം. വെയിറ്റ് കൂടിയ ആളാണെങ്കിൽ ചവിട്ടാൻ നിൽക്കണ്ട കേട്ടോ, കൂർക്കയെല്ലാം ചതഞ്ഞു പോവും. പറഞ്ഞില്ല എന്നുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടോ, ഒരു വിധമൊക്കെ തൊലി പോയിട്ടുണ്ട്. നമുക്കത് വീണ്ടും കഴുകിയെടുക്കാം. ഈ പാത്രത്തിൽ നിറച്ച് വെള്ളം എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം ഇങ്ങനെ പൊങ്ങി പോകുന്നുണ്ടോ. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതേ കഴുകിയെടുക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ ഇതിനകത്ത് എന്തോരം തൊലി ബാക്കിയുണ്ട്. ചിലപ്പോൾ ഒക്കെ നല്ലപോലെ പോകുന്നതാണ്. അപ്പോൾ ഇനി പോയിട്ടില്ലെങ്കിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലെടുക്കുക. എന്നിട്ട് അതിനകത്ത് ഒരു ഭാഗത്തിനേക്കാളും കൂടുതൽ ഈ കൂർക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല ശക്തിയായിട്ട് കുലുക്കി കൊടുക്കാം. എല്ലാ കൂർക്കയും ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് കഴുകിയെടുക്കാം. ഇനി വാരിയെടുത്ത് നോക്കാം. നോക്കിക്കേ, ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ എല്ലാ തൊലിയും പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ കൂർക്കയുടെയും 2 സൈഡും ഒന്ന് മുറിച്ച് കളയാം. എന്നിട്ട് മറ്റൊരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വയ്ക്കാം. കൂർക്ക എപ്പോഴും വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ മാറിപ്പോകും. കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവില്ല. കൂർക്കയും ബീഫും അടിപൊളിയാണ് കേട്ടോ. ഇപ്പം എൻ്റെ അടുത്ത് ബീഫിൻ്റെ കുറച്ച് നെയ്യ് മാത്രമേ ഉള്ളൂ. ഞാനിപ്പം കൂർക്കയുടെ കൂടെ അതാണ് ഉപയോഗിക്കുന്നത്. അതും കൂട്ടി കൂർക്ക ഉണ്ടാക്കിയാൽ പൊളിയാണ് കേട്ടോ. നമുക്ക് ആദ്യം ഈ നെയ്യ് ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചേക്കാം. എന്നിട്ട് വേവിക്കാം കേട്ടോ. അപ്പോഴേക്കും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സവാളയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. ഇതിപ്പം അരമണിക്കൂറായി. ഇനി ഈ നെയ്യിലേക്ക് അല്പം വെള്ളവും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 വിസിൽ വരുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. അതിനിടയിൽ നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ചതച്ചെടുക്കാം. അതുപോലെ സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഈ കൂർക്കയുടെ കൂടെ ഒരു ഏത്തക്കായും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അതില്ലാന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കൂർക്കയ്ക്കും കായ്ക്കും ഒക്കെ ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും വെച്ച് കഴിയുമ്പോൾ.
ഞാനിപ്പോൾ അതും കൂടി ഒന്ന് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നെയ്യൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഏത്തക്കായും അതുപോലെ കൂർക്കയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ നെയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടിരുന്നു, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 5 വിസിൽ വന്നിട്ടാണ് വാങ്ങുന്നുള്ളൂ. നിങ്ങളുടെയൊക്കെ പ്രഷർ കുക്കർ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വേവാൻ എത്ര സമയം വേണമെന്ന് വെച്ചാൽ അതുപോലെ മതി. അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് കൂർക്ക വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ല പോലെ പാകത്തിന് വെന്തിട്ടുണ്ട്. വെള്ളമൊന്നും അധികമില്ല. ഇതുപോലെ ഇരിക്കണം വേവിച്ച് കഴിയുമ്പോൾ. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും എന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടി കുറച്ച്, അതുപോലെ കുറച്ച് മീറ്റ് മസാലയും കൂടി എടുത്ത് വയ്ക്കാം. ഇനി കറി ഉണ്ടാക്കാൻ നോക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ഇപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇത്രയും ഭാഗമാകുമ്പോൾ എടുത്തു വെച്ച മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ വേവിച്ച് വെച്ച കൂർക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്താ ഒരു മണം! ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഉഗ്രൻ ടേസ്റ്റിലുള്ള കൂർക്ക ഒലത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കൂ, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. ആ നെയ്യെല്ലാം കൂർക്കയിലേക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻസ് അറിയിക്കണേ. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം. ബൈ.